ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പവർഫുൾ ആയിട്ടുള്ള AI ടൂളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, നമ്മൾ ഒരുപാട് AI ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്ന പല വർക്കുകളും നമുക്കിന്ന് AI ടൂൾസ് യൂസ് ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ ടൂൾ നെയിം ഈസ് ഗൂഗിൾ AI സ്റ്റുഡിയോ. മേ ബി നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. സോ എങ്ങനെയാണ് ഒരു ഗൂഗിൾ AI സ്റ്റുഡിയോ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൂഗിൾ AI സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഓക്കെ, എന്നിട്ട് അതിൽ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ പേജിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. സോ ഇതാണ്. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. സോ ആ പേജ് ലോഡ് ചെയ്യുന്നുണ്ട്. യെസ്, സോ ഗൂഗിൾ AI സ്റ്റുഡിയോൻ്റെ ഒഫീഷ്യൽ പേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, ഇതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട്. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, യെസ്, ഇറ്റ്സ് ലോഡിങ്. യെസ്, സോ നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോ ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. സോ മേ ബി നിങ്ങൾ ChatGPT, ജെമിനി ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആവുന്ന ഒരു AI ടൂളാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൽ 1 by 1 ആയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ കാണാം ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ ആസ് യൂഷ്വൽ നമുക്ക് സംതിങ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നിങ്ങളുടെ ലേണിംഗ് പർപ്പസിന് ഒരു തിയറി, ഇപ്പം പൈതഗോറസ് തിയറം നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, അല്ലെങ്കിൽ ട്രിഗണോമെട്രിയിൽ നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതെങ്ങനെ എഫക്റ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു സാമ്പിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എക്സ്പ്ലെയിൻ അബൌട്ട്, നമുക്ക് ഏത് തിയറമാണെന്ന് ചോദിക്കാം. എക്സ്പ്ലെയിൻ അബൌട്ട് ഹോംസ് ലോ. എക്സ്പ്ലെയിൻ അബൌട്ട് ഹോംസ് ലോ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്തു. ഇത് യൂഷ്വൽ നമ്മൾ നോർമൽ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഹോംസ് ലോ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ ലേൺ ചെയ്യുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജെമിനിയോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി യെസ്, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ ആ പ്രോംപ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ഗൂഗിൾ സ്റ്റുഡിയോ ഇവിടെ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രീം എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ സ്ട്രീം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടോക്ക്, വെബ് ക്യാം, അതേപോലെ തന്നെ ഷെയർ സ്ക്രീൻ. ഇങ്ങനത്തെ 3 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം നമുക്ക് ടോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ടോക്ക് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഹലോ ഗൂഗിൾ AI സ്റ്റുഡിയോ, നിനക്ക് ഞാനുമായി മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? ഹലോ, നിനക്ക് ഞാനുമായി മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സെർവർ ലോഡ് ആവുന്നുണ്ട്, പ്ലീസ് വെയിറ്റ്. ശരി, ഞാൻ കാത്തിരിക്കാം. താങ്കൾ പൂർത്തിയാക്കിയ ശേഷം പറയാമല്ലോ. യെസ്, നിനക്ക് എന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായും, ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ സഹായിക്കാം. നമുക്ക് സംഭാഷണങ്ങളിലൂടെയും വ്യാകരണത്തിലൂടെയും പുതിയ വാക്കുകളിലൂടെയും പോകാം. എങ്ങനെ ആരംഭിക്കാനാണ് താങ്കൾക്ക് താല്പര്യം? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാണ് താല്പര്യം. ഹലോ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനാണ് താല്പര്യം. അത് നല്ല മാർഗമാണ്. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. ഇന്ന് താങ്കൾ എന്താണ് ചെയ്തത്?
സോ സ്റ്റുഡൻസ്, ഇപ്പം നിങ്ങൾ കണ്ട പോലെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ സ്ട്രീമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ട്രീം ക്ലിക്ക് ചെയ്യുക. ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദി സ്ട്രീം. ഒന്ന് റീലോഡ് ചെയ്യുന്നുണ്ട്. യെസ്, സ്ട്രീമിൽ ക്ലിക്ക് ചെയ്യുക, ടോക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത്, ഐ മീൻ ലാംഗ്വേജ്, നിങ്ങൾ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടൊരു കാര്യം പഠിക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, വെബ് ക്യാം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ വെബ് ക്യാം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്ത് വരും. നിങ്ങൾക്ക് ആ ക്യാമറയിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ കാണിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗൂഗിൾ AI സ്റ്റുഡിയോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അതിനുശേഷം വരുന്നൊരു ഓപ്ഷനാണ് ഷെയർ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, ഞാനൊരു സാമ്പിൾ കാണിക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു ഷെയർ സ്ക്രീൻ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒരു ടാബ് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ക്യാൻവയുടെ ഒരു ടാബാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഷെയർ സ്ക്രീൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ക്യാൻവയുടെ ഒരു കോണ്ടൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ടാലൻറ്റ് ഷോ എന്ന് പറയുന്ന പേജിൻ്റെ ഈ ഒരു ലെറ്റേഴ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ക്യാൻവയിൽ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു ടെക്സ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്യാൻ സാധിച്ചാൽ മുകളിലത്തെ ടൂൾ ബാറിൽ ഒരു A ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം. കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങളത് കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം A എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഐക്കൺ. ഇത് നമുക്ക് അറിയുന്നതാണെങ്കിൽ കൂടി ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, A എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു. അവിടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AI സ്റ്റുഡിയോ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടമുള്ള കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് എന്ന് പറയുന്നത് ഏതായിരുന്നു ഓപ്ഷൻ? ഷെയർ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോക്ക്, അതേപോലെ തന്നെ നമുക്ക് ഏത് ലാംഗ്വേജിലും ടോക്ക് ചെയ്യാം, വെബ് ക്യാം, അതേപോലെ തന്നെ ഷെയർ സ്ക്രീൻ. ഈ 3 ഓപ്ഷൻസാണ് AI സ്റ്റുഡിയോയിലുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ജനറേറ്റ് മീഡിയ. സോ ജനറേറ്റ് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ട്രൈ നാനോ ബനാന. ഒരുപാട് ആളുകൾ അവരെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുള്ള, ട്രൈ ചെയ്തിട്ടുള്ള, ട്രാൻസ്ഫോം ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ നാനോ ബനാന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇമേജൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ജെമിനി സ്പീച്ച് ജനറേഷൻ, നമുക്ക് എന്തെങ്കിലും സ്റ്റോറി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മ്യൂസിക് ക്രിയേഷൻ, അതേപോലെ തന്നെ വീഡിയോ ക്രിയേഷൻ. അപ്പോൾ ഞാനിതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഇമേജ് ജനറേഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ എ ക്യാറ്റ് വാക്കിംഗ് ഓൺ കേരള സ്ട്രീറ്റ്. ക്യാറ്റ് വാക്കിംഗ് ഓൺ കേരള സ്ട്രീറ്റ് എന്നുള്ളൊരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, ഞാനത് റൺ ചെയ്തിട്ടുണ്ട്. സോ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്, ഇറ്റ്സ് ലോഡിങ്. അപ്പോൾ നമ്മുടെ വൈഫൈ അതേപോലെ തന്നെ നമ്മളെ സെർവർ സ്പീഡിന് അനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഓക്കെ, ഇറ്റ്സ് റണ്ണിങ്. യെസ്, സോ നിങ്ങൾക്കിവിടെ കാണാം എനിക്കിവിടെ ഇമേജ് ജനറേറ്റ് ചെയ്ത് വന്നു. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എ ക്യാറ്റ് വാക്കിംഗ് ഓൺ കേരള സ്ട്രീറ്റ് എന്നാണ്. ഓക്കെ, സോ ഞാൻ വീണ്ടും ജനറേറ്റ് മീഡിയയിലേക്ക് തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ്, ആ ഓപ്ഷനിലേക്ക് തന്നെ. എന്നിട്ട് ജെമിനി സ്പീച്ച് ജനറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ മോഡ് കാണാം. മോഡിൽ കാണാം മൾട്ടി സ്പീക്കർ ഓഡിയോ, അതേപോലെ തന്നെ സിംഗിൾ സ്പീക്കർ ഓഡിയോ. ഞാൻ സിംഗിൾ സ്പീക്കർ ഓഡിയോ ഇട്ടു. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് റൈറ്റിംഗ് ഓർ പേസ്റ്റ് ഹിയർ ടു ജനറേറ്റ് ദ സ്പീച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിവിടെ സംതിങ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഹായ് ഹൗ ആർ യു. ഞാൻ ഹായ് ഹൗ ആർ യു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ റൺ, ഇറ്റ്സ് ലോഡിങ്. ഹായ്, ഹൗ ആർ യു. യെസ്, സോ നമ്മളിവിടെ എന്താണോ കൊടുക്കുന്നത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനെ വോയിസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ആ വോയിസ് ഏത് ടൈപ്പ് വേണം എന്നുള്ളതും ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഞാനൊന്ന് മാറ്റി ക്ലിക്ക്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം.
യെസ് Hi, how are you? യെസ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വോയിസിലേക്ക് നമ്മളെ ടെക്സ്റ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അഗെയിൻ കം ബാക്ക് ടു ജനറേറ്റ് മീഡിയ. സോ ഇനി അവിടെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യാം. ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ആക്ച്വലി ദിസ് ഇസ് വെരി അമേസിങ്. സോ നിങ്ങൾ കോഡിങ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കിതൊരു ഹെൽപ്ഫുൾ ടൂളാണ്. അപ്പോൾ നമ്മൾ സംതിങ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക് കോഡിങ് അറിയില്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ സ്കില്ലിനെ അത് കംപ്രസ് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബേസിക് നോളജ് എല്ലാത്തിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മളെ പ്രൊഡക്ടിവിറ്റി അതേപോലെ നമ്മുടെ ടൈമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാനിവിടെ ബിൽഡ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ക്രിയേറ്റ് AI ചാറ്റ്ബോട്ട്, ക്രിയേറ്റ് AI ചാറ്റ്ബോട്ട് എന്ന് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റിനെ അനലൈസ് ചെയ്തിട്ട് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു AI ചാറ്റ്ബോട്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്യണം. സോ അതിൻ്റെ കംപ്ലീറ്റ് കോഡും അതേപോലെ തന്നെ ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അത് ക്രിയേറ്റ് ചെയ്യാൻ ഡെവലപ്പിംഗ് ദ ജെമിനി കോൺഫിഗറേഷൻ, വർക്കിംഗ് ഓൺ ജെമിനി API, ഡെവലപ്പിംഗ് ദ കോർ ഫീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട്. യെസ്, സോ ജെമിനിയുമായി തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ചാറ്റ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാം കംപ്ലീറ്റ് അതിൻ്റെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും എല്ലാം ഇപ്പം HTML ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് എൻഡ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് കോഡിങ് അറിയുമെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന കോഡിൽ നമുക്ക് ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് വേണ്ട റിക്വയർഡ് ഫങ്ഷനാലിറ്റീസിലേക്കും ഡിസൈനിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഫങ്ഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിനി ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ ഡിവൈസ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് മൊബൈലിലേക്ക് മാറ്റി. ഇത് മൊബൈലിലാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഹായ് ഹൗ ആർ യു. ഇപ്പോൾ ഞാൻ ഹായ് ഹൗ ആർ യു എന്ന് ചോദിച്ചു. ഓക്കെ, സോ അതിനുള്ള റീപ്ലൈ എനിക്ക് കിട്ടി. ഇനി നമുക്ക് വേറെ ഇപ്പം എന്താ നമുക്ക് ചോദിക്കാം, ഹൗ ടു മേക്ക് കേക്ക്, എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ അവിടെ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അത് അനലൈസ് ചെയ്യുന്നുണ്ട് എൻ്റെ പ്രോംപ്റ്റ്. യെസ്, ഇവിടെ കാണാം. ഇപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒരു AI ചാറ്റ് ബോട്ട്, ഫുൾ ഫങ്ഷനിങ് ആയിട്ടുള്ള AI ചാറ്റ് ബോട്ട് ഈ ഗൂഗിൾ AI സ്റ്റുഡിയോ ഉപയോഗിച്ച് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. ഇനി ഇവിടെ വീണ്ടും നമ്മൾ കോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള HTML കോഡും അതേപോലെ തന്നെ അതിൻ്റെ സെർവറും അതേപോലെ തന്നെ അതിൻ്റെ API കീസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് നോളജ് കോഡിങ്ങിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഞാൻ വീണ്ടും നമ്മുടെ ബാക്ക് ഓപ്ഷനിലേക്ക് പോവാണ്, മെയിൻ സ്ക്രീനിലേക്ക് പോവാണ്. ഓക്കെ, സോ ഇത്രയുമാണ് ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ വരുന്ന മെയിനായിട്ട് വരുന്ന ഓപ്ഷൻസ്. നിങ്ങൾക്കിവിടെ ഈ ഒരു ടൂള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ എഫിഷ്യൻ്റായിട്ട് നിങ്ങളെ നോളജിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഗൂഗിൾ AI സ്റ്റുഡിയോ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ ഹോപ്പ് you got a clear idea about how to use the Google AI Studio. Now this is your turn. Practice more and make your skill more better. Thank you.